രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഉയർത്തുന്ന ഒരു പ്രശ്നം വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് സൃഷ്ടിച്ചെടുത്ത ഒരു നറേറ്റീവാണ്. പൊതുകടം ഭയങ്കര കൂടുതലാണ്, പൊതുകടം വലുതാണ്, സാമ്പത്തിക ക്രൈസിസ് സർക്കാരിനുണ്ടെന്ന് പറയുന്നത് ഒരു സൃഷ്ടിക്കപ്പെട്ട നറേറ്റീവാണ്. ഞാനതിന് കാരണം എന്താന്ന് വെച്ചാല് നമുക്കൊരു ഡെറ്റ് GSDP റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 34%. അതൊരു 30%ത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഭൂഷണം. അത് വളരെ നന്നായിരിക്കും. കാരണം പക്ഷെ നമുക്ക് കോവിഡിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, സെൻട്രൽ ഗവൺമെൻറ്റും കഴിഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടം 62%. 62% എന്നുള്ളത് 40%ത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ധനകാര്യ കമ്മീഷൻ പറയുന്നത്. നമ്മുടെ ഗോപാലകൃഷ്ണൻ ഒരു RBI റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? RBI റിപ്പോർട്ട് കുറച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഡെറ്റ് സ്ട്രെസ് സ്റ്റേറ്റ്സ് എന്നാണ്. ഡെറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഞെരുക്കം, കടം കൊണ്ടിട്ടുള്ള ഞെരുക്കം. കേരളമുണ്ട്. കടം കൊണ്ടുള്ള ഞെരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ അല്ല, നമുക്ക് പാർഷ്യലാകേണ്ട കാര്യമില്ലല്ലോ, ഇമ്പാർഷ്യലായിട്ട് തന്നെ പോകാം. ആരോഗ്യപരമായ ചർച്ച ഉണ്ടാകാം, ഫോക്കസ് ചെയ്തിട്ടുള്ള ചർച്ച ഉണ്ടാകാം. എൻ്റെ ഒരു വലിയ വാദം എന്ന് പറയുന്നത് ഈ ഡെറ്റ് സ്ട്രെസ്, സാമ്പത്തിക ഞെരുക്കം, ധനകാര്യ ഞെരുക്കം, ഇതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, ഏത് ഗവൺമെന്റ് വരുമ്പോഴും കുറേ സ്വപ്നങ്ങൾ നാട്ടുകാരുടെ മനസ്സിൽ കാണും, വോട്ട് ചെയ്തവരുടെ മനസ്സിൽ. അവർ ഒരുപാട് ഇപ്പം പ്രത്യേകിച്ച് ഈ പെൻഷനൊക്കെ 3000 രൂപ ഇതാക്കി, ഇൻഷുറൻസ് 25 ലക്ഷം, അതൊക്കെ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാക്കത്തക്കതുപോലെ ആരോഗ്യമുള്ളൊരു ഖജനാവ് സംസ്ഥാനം നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോഴില്ല. ഇപ്പോഴത്തെ ഖജനാവിൻ്റെ കാര്യം കൊണ്ടിട്ട് ഇത് ആർക്കും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നേരത്തെയും ഈ കഴിഞ്ഞ 5 വർഷക്കാലവും നമ്മൾക്ക് നോക്കുമ്പോൾ പല സാഹചര്യത്തിലും നമ്മളുടെ ഈ സാമ്പത്തിക ഞെരുക്കത്തെ അത് അതിജീവിച്ചത് കടം വാങ്ങിച്ചു തന്നെയാണ്. ആ കടം വാങ്ങിക്കൽ തുടർന്നുമുണ്ടാകും. ഇവർക്കൊന്നും ഒരു മാജിക്കുമില്ല ആരുടെയിലും. ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ വനിതകൾക്ക് വണ്ടി കയറി നടക്കാം KSRTCയിൽ. അതിൽ സൂപ്പർ ഫാസ്റ്റിലാണോ ഓർഡിനറി ബസ്സിലാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ KSRTC ഭരിച്ച മന്ത്രി ആയിരുന്ന KB ഗണേഷ് കുമാർ പറയുന്നത് ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്നതാണ്. അല്ല, അത് വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും തന്നെ ബാധ്യതയിലാണല്ലോ. 1000-1200 കോടി രൂപ നമുക്ക് മാസം ബാധ്യത വരും. ആ പ്രശ്നത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നടന്നാലും ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരു 720 കോടി രൂപയുടെ ബാധ്യത വരും കുറഞ്ഞത് മാസം. മാത്രമല്ല, ഈ പ്രതിപക്ഷം ശ്രമിച്ചാലേ കണ്ണൂരിൽ നിന്നുകൊണ്ടൊരു 300 വനിതാ പ്രവർത്തകരെ തിരുവനന്തപുരത്തോട്ട് പോയിച്ചു വരാൻ പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും കണ്ണൂരിലേക്ക് ഇറങ്ങി. ഇതാര് തടയാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആലോചിക്കരുത്. അല്ല, അതൊരു പ്രശ്നമാണെങ്കിലും നമുക്കിത് അല്ല, അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അതങ്ങനെയാണെങ്കിലും നമുക്കൊരു നല്ല മെക്കാനിസം കണ്ടുപിടിക്കാം.